എൻകൈലോസിങ് സ്പോണ്ടിലൈറ്റിസ് ഉള്ള രോഗികൾക്ക് ഒരു കോമൺലി ടെസ്റ്റ് ചെയ്യാറുണ്ട് HLA-B27. ഇതൊരു ജനറ്റിക് ടെസ്റ്റാണ്. അധികം രോഗികൾക്ക് ഈ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഇത് നെഗറ്റീവ് ആയാലും എൻകൈലോസിങ് സ്പോണ്ടിലൈറ്റിസ് ഇല്ല, അങ്ങനെ ഒന്നില്ല. ഒരു 10% രോഗികൾക്ക് HLA-B27 നെഗറ്റീവ് ആയിരിക്കും. സോ പറ്റിയ ലക്ഷണങ്ങളാണെങ്കിൽ സ്പൈനൽ പെയിൻ ഉണ്ട്, രാവിലെ എണീച്ചാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാണ്, ചെറിയ പ്രായമാണ്, വേറെ സന്ധികൾക്കും പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, മടമ്പ് വേദന ഉണ്ട്, കണ്ണിൽ പ്രശ്നമുണ്ട്, ഷോൾഡർ പെയിൻ, എൽബോ പെയിൻ, അങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവുമ്പോൾ MRI ചെയ്തിട്ടാണ് സ്പൈനൽ ഇൻഫ്ലമേഷൻ കൺഫേം ചെയ്യുക. അങ്ങനത്തെ ഒരു രോഗിൻ്റെ HLA-B27 നെഗറ്റീവ് ആയാലും രോഗനിർണയം എൻകൈലോസിങ് സ്പോണ്ടിലൈറ്റിസ് തന്നെയാണ്. അതുകൊണ്ട് HLA-B27 നെഗറ്റീവ് ആയാലും എൻകൈലോസിങ് സ്പോണ്ടിലൈറ്റിസ് ഇല്ല, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ശരിയില്ല.